കാസർഗോഡ് പൈവളികയിൽ കവർച്ച. ഗുരുഡപദവ് സ്വദേശി സുബ്രായ സായിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. 110 ഗ്രാം സ്വർണവും 20,000 രൂപയും കവർന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സുബ്രായയും ഭാര്യയും കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ സമയത്തായിരുന്നു ഈ കവർച്ച നടന്നത്. സാരംഗ് സുരേഷ് അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഈ മോഷണവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഏത് രീതിയിൽ എങ്ങനെയാണ് ഈ മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് എന്താണ് ഇപ്പോൾ വ്യക്തമാകുന്നത്? രതീഷ്, ഈ കഴിഞ്ഞ മാർച്ചിൽ സുബ്രായും ഭാര്യയും കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയിരുന്നു. ആ സമയത്താണ് മോഷണം നടന്നതെന്നാണ് സംശയിക്കപ്പെടുന്നത്. എനിക്ക് പിറകിലായി കാണുന്ന ഈ അലമാറയ്ക്കകത്ത് ഈ ഒരു കാണുന്ന ലോക്കറിനകത്തായിരുന്നു സ്വർണ്ണാഭരണങ്ങളും അതോടൊപ്പം തന്നെ പണവും സൂക്ഷിച്ചിരുന്നത്. അതാണ് 110 ഗ്രാം എന്നത് ഏകദേശം 13.25 പവൻ സ്വർണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് മൂല്യമൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു തുകയാണ്. തീർത്തും സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ആഘാതം തന്നെയാണ് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നതിനാണ്. ഇപ്പോൾ ഗൃഹനാഥനായ സുബ്ബയ്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ശരിക്കും മോഷണം നടന്നത് അറിയുന്നത്? അത് 9-ാം തീയതി നമ്മൾ ഇതിലേക്ക് പോയത്, അടുത്തേക്ക് അമ്പലത്തിന് പോയത്. 9-ന് പോയിട്ട് 9-ന് 11 മണിക്കാണ് ഇവിടുന്ന് പോയത്. 10-ാം തീയതി നമ്മൾ അവിടെ തന്നെ സ്റ്റേ. പിന്നെ 11-ാം തീയതി അടുത്തേക്ക് മടങ്ങി വന്നിട്ട് അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ കീ എല്ലാം അങ്ങനെ ഉണ്ട്. ഒന്നും ഡൗട്ടില്ല, നമുക്ക് ഒന്നും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടില്ല ഇടാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിന്നെ 8 ദിവസം കഴിഞ്ഞു. എനിക്ക് പൈസേൻ്റെ ആവശ്യമുണ്ടായി. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പൈസയും ഇല്ല, പൊന്നുമില്ല ഇതിൽ. അപ്പോൾ മോഷണം നടന്നു. അപ്പോൾ പിന്നെ എനിക്ക് നമ്മളെ മക്കളെ മേലെ ഒന്നും ഇത് വെക്കണ്ടേ, നമ്മൾ അതിലേക്ക് വേണ്ടി നമ്മളെ ലേറ്റായത്. മക്കളെ അന്വേഷിക്കണ്ടല്ലേ, നമ്മൾ നോക്കണമല്ലേ, അതിലേക്ക് വേണ്ടി ലേറ്റായിട്ട് 25-ന്, അതേ മാസം 25-നാണ് ഞാൻ ഈ ഇടത്തേക്ക് പോയത് സ്റ്റേഷനിൽ. അപ്പോൾ പോലീസ് വന്നിട്ട് നോക്കിയിട്ട് പോയി. ഒന്നും ഇതായില്ല, നടപടി യാതൊരു പുരോഗതി ഉണ്ടായില്ല അല്ലേ. പിന്നെ 30-ാം തീയതി കൈ കൊണ്ട് എഴുതിയിട്ട് കൊടുത്തു, കംപ്ലയിൻറ്റ് എഴുതിയിട്ട് കൊടുത്തിട്ട് അന്ന് SI വന്ന്, പോലീസ് വന്ന്, അതങ്ങനെ നിന്നു. പിന്നെ 3-ാം തീയതി നെക്സ്റ്റ് 3-ാം തീയതി ഞാൻ പോയിട്ട് ഇത് എൻ്റെ ഡൗട്ടുള്ള ആളെ അടുത്തൊക്കെ എഴുതിയിട്ട് കൊടുത്തു. ഒന്നും നടപടിയില്ല. പിന്നെ എനിക്ക് നിങ്ങൾക്ക് വിളിക്കാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ 9-ന് ഇലക്ഷന്, അത് കഴിഞ്ഞ ഉടനെ വിളിച്ചില്ല. 3 മാസം പോയി. പിന്നെ ഞാൻ ജൂണിൽ 13-ാം തീയതി പോയിട്ട് അപേക്ഷ കൊടുത്തു. അല്ല, സ്റ്റേഷനിൽ തന്നെ കൊടുത്തു. ആ ജൂൺ 13-ന് ഒന്നും ആക്ഷൻ ഇല്ല. പിന്നെ ഈ 13-ന് പോയിട്ട് SP കൊടുത്തു. അതിന് ശേഷമാണ് ഇപ്പോൾ തുടങ്ങിയത്. അതുതന്നെയാണ് രതീഷ്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക തന്നെയാണ്. അവരുടെ വീട്ടിനകത്ത് മോഷണം ഉണ്ടാകുന്നു, വലിയ രീതിയിൽ സ്വർണ്ണവും പണവും മോഷണം പോകുന്നു. നിരവധി തവണ പരാതിയുമായി പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും അവിടെയൊക്കെ തന്നെ വലിയ വീഴ്ച സംഭവിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജില്ലാ പോലീസ് മേധാവി